ചിലപ്പോൾ ചിലർ അങ്ങനെയാണല്ലോ, നമുക്ക് ലൈവ് ഉണ്ടെങ്കിൽ തിരിച്ച് അതുപോലെ എല്ലാവരും വന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങോട്ട് പോയി സപ്പോർട്ട് കൊടുക്കുന്നത്, അത്രയും സമയം നിൽക്കുന്നതൊക്കെ. അപ്പോൾ ചേട്ടൻ ഞാൻ ചില ലൈവിൽ കണ്ടിട്ട് ഒത്തിരി സമയം എന്താ നിന്ന് വിശേഷങ്ങളൊക്കെ അവരുമായിട്ട് പറഞ്ഞ് കൂടെ നിൽക്കുന്ന ഫ്രണ്ട്സൊക്കെ കുറേ പേര് അവിടെയും ഫ്രണ്ട്സൊക്കെ ഉണ്ടാക്കി അവരുമായിട്ടൊക്കെ സംസാരിച്ച് നല്ല സപ്പോർട്ടാണ് കേട്ടോ. ഞാൻ അപ്പോഴൊക്കെ അതിശയിച്ച് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കേട്ടപ്പോഴാണ് കുറച്ചുകൂടെ അതിശയം, ലൈവ് പോലും ഇല്ല, ലൈവ് പോലും ചെയ്യുന്നൊരു ആളല്ല എന്ന് ചോദിച്ചപ്പോൾ കേട്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നുന്നു. അപ്പോൾ അവർക്ക് വേണ്ടി സപ്പോർട്ടാണ് കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നത്. ഒത്തിരി സന്തോഷം, ഒത്തിരി സന്തോഷം. അപ്പോൾ മനസ്സിലാക്കേ പറ്റത്തുള്ളൂ അങ്ങനെ. ഇല്ലാന്നുണ്ടെങ്കിലും ചിലർ വിചാരിക്കും ഞാനങ്ങോട്ട് എൻ്റെ ലൈവിൽ വരുന്നവർക്ക് പോയി സപ്പോർട്ട്, അങ്ങനെ ചിന്തിക്കുന്നവരാണ് കുറേ പേരും. എൻ്റെ ലൈവിൽ വരുന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ടും പോകും, എൻ്റെ ലൈവിൽ കുറച്ച് സമയം നിൽക്കുവാണെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയിട്ടും കുറച്ച് സമയം നിൽക്കത്തുള്ളൂ. എൻ്റെ ലൈവിൽ ഒത്തിരി സമയം നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ അതേപോലെ തിരിച്ചു നിൽക്കും എന്നൊക്കെ ചിന്തിക്കുന്നവരാ മനുഷ്യർ. കുറേ പേരങ്ങനെ, എല്ലാവരും അങ്ങനെ പറയാൻ പറ്റത്തില്ല, കുറച്ച് പേരൊക്കെ കേട്ടോ. പിന്നെ ഒന്നും പോയില്ലേലും വന്ന് സപ്പോർട്ട് തരുന്നവർ ഉണ്ട് കേട്ടോ. അതൊക്കെ അപൂർവം മാത്രമാണ്. അല്ലാതെ എല്ലാവർക്കും പരാതിയും പരിപ്പും ഒക്കെയാണ് എല്ലാ ദിവസവും പോകണം